യൂട്യൂബ് ചാനൽ വൈകേഷ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പാചകം ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ കറിയാണ്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കമായ സാധനങ്ങൾ: സവാള, തക്കാളി, മല്ലിപ്പൊടി, മുളക് പൊടി, കറി മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില. ഇവ ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ. നമുക്ക് ഈ കോളിഫ്ലവർ വെള്ളം ചൂടാക്കി ഒന്ന് വേവിച്ച് നമുക്ക് എടുത്ത് അടുത്ത് കറി വയ്ക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. 2 ചെറിയ കോളിഫ്ലവറാണ്. ഇട്ടൊന്ന് വേവിച്ച് എടുക്കാം. എടുത്ത ശേഷം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയോ ഉപ്പ്? വേവിച്ചെടുക്കാം. കോളിഫ്ലവർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം. ഫ്ലവർ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറി വയ്ക്കുന്ന ആ വീഡിയോയിലേക്ക് കിടക്കാം. വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 3 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞതാണ് സവാള. നല്ലപോലെ ഒന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടും. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി. തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ബാക്കി ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ കുറച്ച് മാറ്റി. അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ ഇറങ്ങട്ടെ. ഈ എണ്ണയിലിട്ടാണ് നമുക്കതെല്ലാം മൂപ്പിച്ചെടുക്കേണ്ടത്. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ
മല്ലിപ്പൊടി ഒരു 1 സ്പൂൺ ഇടാം. കറി മസാല 1/2 സ്പൂൺ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടുള്ളൂ. നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൽ, ഇത് കുറച്ച് മതിയാവും. ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു തരം ബ്ലാക്ക് കളർ കിട്ടും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിക്കേണ്ടത്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറി തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പെല്ലാം നല്ല മിക്സായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇവിടെ കോളിഫ്ലവർ തട്ടിക്കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇറച്ചി പോലെയുണ്ട്. ഇനി കുറച്ചു നേരം മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി പച്ചമുളകും ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മല്ലിയിലയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കും. മല്ലിയില, കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ കറി അടച്ചു വയ്ക്കാം. നമ്മുടെ കറി അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ദോശയുടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. നമുക്കിനി കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മൾ റെഡിയാക്കിയിട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്യുക, ഒന്നുണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ നല്ല ഉണ്ടാക്കി നോക്കി കഴിക്കുക. പിന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വേണ്ട